പറയാം ഗൈസ്, മിക്ക പെൺകുട്ടികളും അച്ഛൻ കുട്ടികളായിരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാണെന്നറിയോ? കാരണം എന്താ, അച്ഛന്മാര് നമ്മളീട്ട് അങ്ങനെ അങ്ങ് വെറുപ്പിക്കില്ല അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, കല്യാണത്തിന് ശേഷം ഞാൻ കൂടുതലായിട്ട് എടുത്തത് അമ്മയോടാണ് കേട്ടോ. കാരണം കുക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഹലോ അമ്മേ, അതെങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നേ, അതില് ഇന്നത് ചേർക്കൂലേ, എത്ര വിസിലാ കൊടുക്കണ്ടേ, അങ്ങനെയൊക്കെ ഫസ്റ്റ് വിളിച്ചു തുടങ്ങും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും അമ്മമാരോട് അടുത്ത് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ഈ ഒരു ഡെലിവറി ടൈം ഉണ്ടാവുമല്ലോ, ആ സമയത്താണ് അവരൊരു ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ തന്നെ ഒരു കുറേ വിചാരിച്ചിട്ടുണ്ട്, അമ്മയായിട്ട് വെറുതെ അടികൂടി എന്നൊക്കെ. അടികൂടുന്ന സമയത്ത് നമ്മൾ അതൊന്നും ചിന്തിക്കൂല, നമുക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, നമ്മളമ്മയല്ലേ. പക്ഷേ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സങ്കടം സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടികൂടും, പിന്നെ അമ്മയായിട്ട് സോൾവ് ആവും, കമ്പനിയാവും, പിന്നെയും ഇടയ്ക്ക് എന്തെങ്കിലും പറയുമ്പോൾ അടികൂടും. പക്ഷേ നമ്മളെ എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ അമ്മ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അമ്മ രാത്രിയിൽ ഉറങ്ങില്ല, അതുപോലെ തന്നെയാണ് ഞാനും ഉറങ്ങില്ല. പക്ഷേ രാവിലെ എനിക്ക് കുറച്ച് സമയം ഉറങ്ങാനുള്ളൊരു ടൈം കിട്ടും. നമുക്കൊരു കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാനുള്ളൊരു ടൈം കിട്ടും. പക്ഷെ അമ്മക്ക് ആ സമയം കിട്ടില്ല. അതായത് അമ്മ ആ സമയത്ത് എൻ്റെ കുളീൻ്റെ വെള്ളം ചൂടാക്കല്, കാര്യങ്ങൾ, എന്നെ കുളിപ്പിക്കല്, അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മോളെ കുളിപ്പിക്കണം, നമുക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കാന്നൊക്കെ പറയും കേട്ടോ. എനിക്ക് എന്താ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനും പോകും. പക്ഷെ അമ്മ തരുന്ന ഒരു കരുതലുണ്ടല്ലോ, അതായത് ഇപ്പോ ഡെലിവറി കഴിഞ്ഞതാണ്, ആ സമയത്ത് ഇന്നത് ചെയ്യാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പെൺകുട്ടികള് അച്ഛൻ കുട്ടികളാണെങ്കിലും നമ്മൾ പോലും അറിയാതെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ അമ്മക്കുട്ടികളായി മാറും, അത് ഉറപ്പായ കാര്യമാണ്. സത്യമായിട്ടും ഗൈസ്, ഇനി ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാലേ അമ്മ എന്ത് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു പറയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറയും, അത് കുറച്ച് മണിക്കൂറൊക്കെ മാത്രാണേ. നിങ്ങൾ തന്നെ പറ, വീട്ടിലെത്തി കിച്ചണിൽ കയറിയാ പറയും, ഇതേ കിച്ചണിൽ ഈ പാത്രം അല്ല കേട്ടോ ശ്വേത ഉപയോഗിക്കണ്ടേ, ഇതിന് ഈ കറിക്ക് ഈ പാത്രം അല്ല കേട്ടോ, ഇതാ നീ നല്ലോണം എണ്ണ ഒഴിക്കുന്നുണ്ടേ, കുറച്ച് എണ്ണ ഒഴിക്ക് ശ്വേത, വെളിച്ചെണ്ണക്കല്ല എത്രയാ പൈസ എന്നറിയാ. ശ്വേതേ നീ ഇങ്ങോട്ട് മാറി എന്നാ, ഈ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് ഞാൻ കൈ വെച്ചിട്ട് പെട്ടെന്ന് മുറിച്ചിട്ട് ചോറും കറി അങ്ങോട്ടാക്കും. ശരി, നീ അടുക്കളയിൽ നിന്ന് പോയിട്ട് TV കാണും, ആ റിമോട്ടും പിടിച്ചിട്ട് ഇരിക്ക് കേട്ടാ. കാരണോ ഇന്ന് രാത്രിത്തെ ചോറും കറി ആക്കാൻ എന്നോട് പറഞ്ഞേ, നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനല്ല. ഇങ്ങനെ ആക്കുന്നതാണെങ്കിൽ നാളെ രാവിലെ തിന്നാം. എന്റെ മോൾക്ക് 7 വയസ്സാവാറായി. ഞാൻ നാട്ടിലെത്തുന്ന സമയത്ത് തല കുളിപ്പിക്കുന്ന സമയത്ത് തല തോർത്തി കൊടുക്കുമല്ലോ, അപ്പൊ എന്റെ അമ്മ പറയാ ഇനിയും ഞാൻ തല തോർത്തി കൊടുക്കാൻ പഠിച്ചിട്ടില്ലാന്ന്. അപ്പൊ എങ്ങനെയുണ്ട്? ഇത്രയൊക്കെ പറഞ്ഞാല് ഈ അമ്മമാരുമായിട്ടുള്ള ഫൈറ്റ് അൺലിമിറ്റഡ് ആണ്. പക്ഷേ നമുക്ക് നാളെ ഒരിക്കൽ അമ്മമാരില്ലാത്തൊരവസ്ഥ അത് ചിന്തിക്കാനും പറ്റില്ല അല്ലേ?